ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമുക്ക് ഒരു നിത്യമായ അടയാളം തന്നിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത്തെ ദൂതൻ ഒരു സന്ദേശം നമുക്ക് പറഞ്ഞത് ആകാശത്തെയും ഭൂമിയെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുവിൻ എന്നും അത് സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും രാജ്യത്തോടും അറിയിക്കാനുള്ള നിത്യ സുവിശേഷമാണ് എന്നും നമ്മൾ കണ്ടു. ഇന്ന് രണ്ടാമത്തെ ദൂതൻ്റെ സന്ദേശം എന്താണ് എന്ന് ചുരുക്കത്തിൽ നോക്കാം. 8-ാം വാക്യം 14-ാം അധ്യായം. വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമധ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. തൻ്റെ ക്രോധമധ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി, തകർന്നുപോയി എന്നാണ് പറയുന്നത്. ആരാണ് ഈ മഹതിയാം ബാബിലോൺ എന്ന് നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമവർണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച സ്ത്രീ മത്തയായിരിക്കുന്നു. ഞാൻ അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്ന് പറയുകയാണ്. ആരാണിത്, എന്താണിത് എന്ന് ഉള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാകും. ഒന്നാമത് ചില വാക്കുകൾ നമുക്ക് വളരെ അപരിചിതവും ഒരു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടാത്തതുമായ വാക്കുകളാണ്. ഒന്നാമത് വേശ്യാവൃത്തി ചെയ്തു, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു എന്ന് പറയുകയാണ്. രണ്ടാമത് തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മേലിരിക്കുന്ന മഹാവേശ്യ. ഇതൊന്നും നമുക്കത്ര പരിചിതമായി അല്ലെങ്കിൽ ഇഷ്ടമുള്ള വാക്കുകളല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഒരുപക്ഷെ സംശയിച്ചേക്കാം. യഥാർത്ഥത്തിൽ സ്ത്രീ എന്ന് ബൈബിൾ പറയുന്നത് എപ്പോഴും സഭയെ സൂചിപ്പിക്കാനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഉപമകളും ഉപമേയങ്ങളും കൊണ്ട് എഴുതുന്നതാണ്. അത് സ്ത്രീ എന്ന പ്രയോഗം എപ്പോഴും സഭയെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു. അത് സഭ, സത്യസഭയാകുന്ന സഭയെക്കുറിച്ച് പറയാനാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ സ്ത്രീ വേശ്യാവൃത്തി ചെയ്തവളാണ്. എന്താണ് വേശ്യാവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഒരു പ്രത്യേക കുടുംബ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു. അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീ, ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഏതെങ്കിലും മനുഷ്യരുണ്ടാക്കിയാൽ അതിനെ വേശ്യാവൃത്തി അല്ലെങ്കിൽ അതിനെ മറ്റൊരു ബന്ധമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ ബന്ധം കുടുംബ ബന്ധത്തോടു കൂടിയാണ് പലപ്പോഴും ദൈവിക സ്നേഹത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ത്രിയേക ദൈവത്തിലെ ബന്ധം അതിൻ്റെ ഒരു പതിപ്പ്, മാതൃകയാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബ ബന്ധത്തിൽ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും പരസ്പരം
കൊടുത്തിരിക്കുന്ന വാക്ക് അല്ലെങ്കിൽ വാഗ്ദത്തം നിവർത്തിക്കേണ്ടതാണ്. അപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു ബന്ധം ഉണ്ടായാൽ അതിനെ വ്യഭിചാരത്തോടാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിനക്ക് ഞാനല്ലാതെ അന്യ ദൈവങ്ങളുണ്ടാകരുത്, നീ എന്നെ ആരാധിക്കണം. അതായത് ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. അതായത് ആ സ്നേഹത്തിനെ വിട്ടിട്ട് വേറൊന്നിനെ നമ്മൾ സ്നേഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മളോട് ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിനേക്കാൾ വലുതായിട്ട് നമ്മളുടെ ജീവിതത്തിൽ മറ്റൊരു ബന്ധമുണ്ടാകാൻ, റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ എന്നെ ആരാധിക്കണം. അത് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ നിന്നെ സ്നേഹിച്ചു. ഞാൻ എൻ്റെ ജീവൻ, അവസാനത്തെ തുള്ളി രക്തവും ഞാൻ നിനക്ക് വേണ്ടി കൊടുത്തു. സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹം. അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധത്തിലായിരിക്കുന്ന നമ്മൾ ആ ദൈവത്തിനേക്കാൾ അപ്പുറം മറ്റെന്തിനെ സ്നേഹിച്ചാലും അത് ഒരു തെറ്റായ ബന്ധമാണ്, അതൊരു തെറ്റായ റിലേഷൻഷിപ്പാണ് എന്ന് സൂചിപ്പിക്കാനാണ് ദൈവം അങ്ങനെ ഒരു രീതി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൈവം അങ്ങനെയുള്ള ഒരു ബന്ധം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ ആ ബന്ധത്തിനപ്പുറത്തേക്ക് നമ്മൾ വേറെ എന്തിനെ സ്നേഹിച്ചാലും അത് ആ റിലേഷൻഷിപ്പിൻ്റെ ബന്ധത്തെ കളഞ്ഞു പോകുന്നതാണ്, നഷ്ടപ്പെടുത്തുന്നതാണ്. അങ്ങനെ മനുഷ്യൻ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ദൈവത്തോട് ആത്മബന്ധമുണ്ടാകണം. അതിനപ്പുറത്ത് നമ്മൾ ഏതെങ്കിലും ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ ആ ബന്ധത്തെ സൂചിപ്പിക്കാനാണ് വേശ്യാവൃത്തി എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വ്യഭിചാരത്തിന് തുല്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സഭ അല്ലെങ്കിൽ സ്ത്രീ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ രീതികൾ, അതിനപ്പുറത്ത് വേറെ ആരെങ്കിലും സ്നേഹിച്ചാൽ അതിനെ ഒരു തെറ്റായ റിലേഷൻഷിപ്പ് എന്ന് സൂചിപ്പിക്കാനാണ്. ഇവിടെ ഈ സ്ത്രീ ഒരു തെറ്റായ റിലേഷൻഷിപ്പിലുള്ള ആളാണ്. അതായത് ദൈവവുമായിട്ട് അത്ര നല്ല ബന്ധമുള്ള ആളല്ല. അത്ര നല്ല ബന്ധമൊന്നുമല്ല, ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ദൈവത്തിനെതിരാണ്, ദൈവത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് ഇരിക്കുകയാണ് ആ ഒരു സഭ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേശ്യാവൃത്തി ചെയ്ത് എന്ന് പറയുന്നത്. അതായത് ഈ സ്ത്രീക്ക് ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ഭൂമിയിലെ വ്യാപാരികൾ, രാജാക്കന്മാർ, ബിസിനസ് നടത്തുന്ന ആളുകൾ, രാജാക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യം എന്ന് പറയുന്നത് നേഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്, രാഷ്ട്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീക്ക് രാഷ്ട്രങ്ങളോടും സമ്പത്തിനോടും പണത്തിനോടും വ്യാപാരികളോടുമാണ് ഏറ്റവും കൂടുതൽ ബന്ധം. ആ ബന്ധത്തിൻ്റെ സീരിയസ്നെസ്സിനെ, ആ ബന്ധത്തിൻ്റെ ആ ഒരു തെറ്റായ ബന്ധത്തിനെ ആസ്വദിക്കുന്നതിനെയാണ് മദ്യം, അവളുടെ വേശ്യാവൃത്തിയുടെ മദ്യം, അവരെ അഡിക്റ്റാക്കുക, അവരെ ആസക്തരാക്കുക, ഇവരുടെ മായിട്ടുള്ള റിലേഷൻഷിപ്പ്, തെറ്റായ ദൈവത്തിന് എതിരായിട്ടുള്ള റിലേഷൻഷിപ്പിനെ, ബന്ധത്തെ ആസ്വദിക്കുന്നതിനെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ക്രോധമദ്യം കുടിപ്പിച്ച, അതായത് ഈ റിലേഷൻഷിപ്പിൽ ഇവിടുത്തെ വ്യാപാരികളും രാജാക്കന്മാരും രാഷ്ട്രങ്ങളും വളരെയധികം ആസ്വദിക്കുന്നു. അവർ ആ റിലേഷൻഷിപ്പിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ സ്ത്രീയെ വേശ്യ എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്, വേശ്യാവൃത്തി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അവർ പറയുകയാണ്, മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം. ദൈവത്തെ അനുസരിക്കാത്ത വ്യക്തികൾക്ക്, ദൈവത്തെ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾക്ക് ദൈവം നമുക്ക് നൽകിയ ബന്ധത്തിനപ്പുറം ദൈവത്തെക്കാൾ കൂടുതൽ മറ്റെന്തിനെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അത് നമ്മുടെ ആരാധനാപാത്രമായി മാറും. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഇത്തരം റിലേഷൻഷിപ്പിനെ ആരാധിക്കുന്നവർക്ക് ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന് പറയാണ്. ഞാൻ ഈ മഹാവേശ്യയുടെ ന്യായവിധി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ എന്നെ, വെളിപ്പാടുകാരനായ യോഹന്നാനെ, മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞൊരു കടും ചുമപ്പുള്ള ഒരു മൃഗത്തിന്മേൽ
ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതാണ് മൃഗത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറയുന്നു. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പായുള്ള ഒരു മൃഗം എന്നാണ് പറയുന്നത്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് ഈ മൃഗത്തിനെ കാണാം. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 12-ാം വാക്യം. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അതിനെ ഇടിച്ച് അതിൻ്റെ കൊമ്പ് രണ്ടും തകർത്ത് കളഞ്ഞു. അതിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതിരുന്നു. അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിൻ്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. കോലാട്ടുകുറ്റൻ ഏറ്റവും വലുതായിത്തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി. അതിന് പകരം ആകാശത്തിലെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. അവയിൽ ഒന്നിനൊരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായിത്തീർന്നു. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായിത്തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അതിക്രമഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും എന്ന് പറയുകയാണ്. ഈ വാക്യത്തിന് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. അതിനെ വളരെ വേഗത്തിൽ ഞാൻ പറയാം. ഒരു ചെറിയ കൊമ്പ് ഈ മൃഗത്തിന് മുളച്ചു വരുന്നു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തു നേരെയും ഏറ്റവും വലുതായിത്തീർന്നു. അതൊരു എപ്പോഴും മൃഗങ്ങൾ രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ രാജ്യം വളരെ ശക്തിയുള്ള ഒരു രാജ്യമായി മാറി. അത് മാത്രമല്ല, അത് എന്ത് ചെയ്തു? ആകാശത്തിലെ സൈന്യത്തോളം വലുതായിത്തീർന്നു. അത് സൈന്യാധിപനൊപ്പം വളർന്നു. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പദവി വേണം എന്നാഗ്രഹിക്കുന്ന തരത്തിലേക്ക് അത് വളർന്നു, അല്ലെങ്കിൽ അത് ചിന്തിച്ചു. എന്നിട്ട് സൈന്യത്തിലും നക്ഷത്രങ്ങളും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതായത് സ്വർഗത്തിൽ പാപമുണ്ടായപ്പോൾ ലൂസിഫർ എന്ന പ്രധാന ദൂതൻ സാത്താനായി മാറുകയും അത് ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തള്ളിയിടപ്പെടുകയും ചെയ്തു. അതിൻ്റെ കൂടെ 3 ദൂതന്മാരും ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് നമുക്ക് അറിയാം. അത് ആകാശത്ത് സൈന്യത്തോളം വലുതായിത്തീർന്നു. ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ട് കളഞ്ഞു. അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെ വലുതാക്കി. ആ സൈന്യത്തിൻ്റെ അധിപതി മിഖായേൽ ആകുന്ന അധിപതി ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഉള്ള നിരന്തര ഹോമത്തെ, ആരാധനയെ നിർത്തിക്കളഞ്ഞു, എന്നിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് നിരന്തര ഹോമത്തെ അപഹരിച്ചു. ദൈവത്തോടുള്ള, ക്രിസ്തുവിനോടുള്ള ആരാധനയെ ഇല്ലാതാക്കി. പിന്നെ അത് സൈന്യത്തിൻ്റെ അധിപം തന്നെ വലുതാക്കി. അവനുള്ള നിരന്തര ഹോമം അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം, സഭയെ, ആരാധനയെ ഇല്ലാതാക്കി. അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിന് കിട്ടേണ്ടുന്ന ആരാധന അവൻ അപഹരിച്ചെടുക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. ഒരു നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. ഉൽപ്പത്തി മുതൽ, ദൈവം സൃഷ്ടിച്ച നാൾ മുതൽ ദൈവത്തോടുള്ള ആരാധന ദൈവം ആവശ്യപ്പെട്ടിരുന്നു. അത് തുടർന്നു വന്നിരുന്നു. ആ ആരാധനയെ നിരന്തരമായി നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാബിലോൺ അത് ചെയ്തത് ദൈവത്തിനോടുള്ള റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യിരെമ്യാവ് 6:2 സിയോൻ പുത്രി, ഒരു സുന്ദരിയായ സ്ത്രീ, അതായത് ദൈവവുമായിട്ട് യഥാർത്ഥത്തിൽ നല്ല റിലേഷൻഷിപ്പിലുള്ളവരെ സിയോൻ പുത്രി എന്നാണ് പറയുന്നത്. അത് യെശയ്യാ 51:16 സിയോനെ, അത് നിൻ്റെ ജനം, ദൈവത്തിൻ്റെ ജനം എന്ന് പറയുകയാണ്. എന്നാൽ വെളിപാട് 12:1 മുതൽ നമ്മൾ 3 വരെ വായിക്കുമ്പോൾ അവിടെ തെറ്റായ ജീവിത രീതി അല്ലെങ്കിൽ തെറ്റായ റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു കാര്യത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവവുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലില്ലാത്ത ഈ ഒരു സഭ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ദൈവത്തിനെതിരായ ആരാധനയെ ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറി എന്ന് നമുക്കറിയാം. ഇനി വെളിപാട് 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ പറയുന്ന ഭൂവാസികളെ മുഴുവൻ ദൈവത്തിനെതിരായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരികയും അതിനെ ആസ്വദിപ്പിക്കുകയും അതിനെ മത്തരാക്കുകയും ചെയ്ത ഈ വേശ്യ തെറ്റായ സഭയെയാണ്
പ്രതിനിധീകരിക്കുന്നത്. 12:4 പറയുന്നത് ആ സ്ത്രീ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനെയാണ്? 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പായിരുന്നുള്ള ഒരു സ്ത്രീ. അതായത് അതിൻ്റെ പ്രത്യേകത നമ്മൾ അവിടെ കാണുന്നു. വിശ്വാസത്യാഗിയായ സഭ, അതിൻ്റെ നിറമാണ് കടുംചുവപ്പും ഒക്കെ എന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്കതിനെ കാണാം. അത് ദൈവവുമായിട്ടുള്ള ആരാധനയെ നശിപ്പിക്കുന്ന, റിലേഷൻഷിപ്പിനെ തെറ്റായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ മാറ്റുന്ന ഒരു ശക്തിയാണ്, ഒരു സഭയാണ് എന്ന് പറയുന്നു. ഇനിയും അത് 7 മലകളോടുള്ള ഒരു രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വാക്യം 9 നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ജ്ഞാനമുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഇനി ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്നിരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നില്ലാത്തതുമായ മൃഗം 8-മത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ എന്ന് പറയുകയാണ്. ആരാണ് ഈ ഒരു 7 മലകളുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ യൂറോപ്പിൻ്റെ ഭാവി ദാനിയേൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതിനെ നോക്കുകയാണെങ്കിൽ റോമ സാമ്രാജ്യത്തിൻ്റെ 2 വശങ്ങളാണ്. ഒന്ന് അജ്ഞാന റോമയും പാപ്പാത്ത റോമയുമാണ്. ഈ പാപ്പാത്ത റോമ ഏകദേശം റിഫോർമേഷൻ്റെ കാലത്തിന് ശേഷം വലിയ മതപീഡനമുണ്ടാകുകയും പോപ്പ് നഷ്ടപ്പെടുകയും ചെയ്തു. അത് മരണകരമായ മുറിവ് പുറത്തു പോയ ഒരു മൃഗമെന്ന് വെളിപ്പാട് 13-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. എന്നാൽ ആ അധികാരം, റോമാസഭയുടെ അധികാരം കുറച്ച് നഷ്ടപ്പെട്ടു പോയെങ്കിലും പിന്നീട് അവർക്ക് ഒരു ചെറിയ രാഷ്ട്രം ലഭിച്ചു. അതാണ് നമ്മൾ ഇന്ന് പറയുന്ന വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത്. 7 മലകളുടെ നാട് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പം ഇത് ശരിക്കും ദൈവവുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പിൽ നിന്ന് ആളുകളെ തെറ്റിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ബാബിലോൺ എന്ന വാക്കിൻ്റെ അർത്ഥം ആശയക്കുഴപ്പമെന്നാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രളയത്തിന് ശേഷം പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ജനങ്ങൾ ഒരു വലിയ ഗോപുരം പണിത് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയാണ്. ദൈവം അവിടെ ഭാഷയെ കലക്കിയെന്ന് നമുക്കറിയാം. അവിടെ കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം, വ്യത്യസ്തമായ ദൈവങ്ങളുടെ നാട് എന്നുള്ള അർത്ഥത്തിലാണ് ബാബിലോണിനെ കാണുന്നത്. ബാബിലോൺ കലക്കത്തിൻ്റെ ആത്മാവാണ്, ആശയക്കുഴപ്പത്തിൻ്റെ ആണ്. ബൈബിൾ ഇങ്ങനെ പറയുമ്പോൾ ലോകത്ത് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ അവർ കൊണ്ടുവന്നു. ഏതാണ് യഥാർത്ഥ ദൈവം എന്ന് അറിയാൻ വയ്യാത്ത വിധത്തിൽ മനുഷ്യനെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം പ്രവചനം 4-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ മാനുഷിക പാരമ്പര്യത്തിലും നേട്ടത്തിലും അടിസ്ഥാനമിട്ട മനുഷ്യനിർമ്മിത സമ്പ്രദായമാണ് ബാബിലോൺ എന്ന് യെശയ്യാവ് 45:22 പറയുന്നു. ഈ ബാബിലോൺ വലിയ തെറ്റായ സംസ്കാരങ്ങൾ സഭയിലേക്ക് കൊണ്ടുവന്നു. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി ലോകത്തെ പ്രവർത്തിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അവർ തെറ്റായ ആരാധന കൊണ്ടുവന്നു. അതായത് അവിടെ പറയുന്നത് അവർ അത്യുന്നതനെതിരെ വമ്പ് പറയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുകയും ചെയ്യുമെന്നാണ്. വമ്പ് പറയുക, ദൈവദൂഷണം പറയുക, ദൈവത്തിനെതിരായി സംസാരിക്കുക, ദൈവത്തിൻ്റെ ആരാധനയെ മാറ്റുക, സമയത്തെയും നിയമത്തെയും മാറ്റും. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് സാബത്ത് 7-ാം ദിനത്തെ ആരാധിക്കണം, അതിനെ ഞായറാഴ്ചകളും കടമുള്ള പെരുന്നാളുകളെയും ആചരിപ്പാൻ ഓർക്കുക എന്ന അർത്ഥത്തിലേക്ക് അതിനെ മാറ്റി. സമയം ഉൽപ്പത്തി പുസ്തകം നമ്മൾ നോക്കുമ്പോൾ സന്ധ്യ മുതൽ സന്ധ്യ വരെ ഒരു ദിവസം എന്നുള്ളതിന് അർദ്ധരാത്രി മുതൽ അർദ്ധരാത്രി വരെ ആക്കി. അങ്ങനെ 7 ദിവസമുള്ള ആഴ്ചവട്ടം എന്നതിന് അതിനെ തെറ്റായ രീതിയിലാക്കുവാനും ശനിയാഴ്ചയുടെ ഈ ഒരു പവിത്രത ഇല്ലാതാക്കാനുമായി മനുഷ്യ മനസ്സിൽ ആശയക്കുഴപ്പം നിറയ്ക്കുകയാണ് അവർ. പിന്നെ അത് മാത്രമല്ല, ബൈബിൾ പറയുന്നു മരിച്ചവർ വേറെ ഒന്നും അറിയുന്നില്ല, മരിച്ചവരുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നില്ല. ബൈബിളിലെ ചില വാക്യങ്ങൾ നമ്മൾ ഓർക്കുകയാണെങ്കിൽ മരിച്ചവർ ഒന്നും അറിയുന്നില്ല, സൂര്യന് കീഴെയുള്ള യാതൊന്നിലും അവർക്ക് പങ്കില്ല, അവരുടെ ഓർമ്മ നശിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ശക്തി മരിച്ചവരുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നുവെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തകം അനുസരിച്ച് ദൈവത്തിന് മാത്രമേ പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ പ്രത്യേക ആശയം പാപവിമോചന ചീട്ടുകൾ കൊണ്ടുവന്നു. മനുഷ്യൻ്റെ പാപം ക്ഷമിക്കാൻ കഴിയും എന്നുള്ള അർത്ഥത്തിലേക്ക് കൊണ്ടുവന്നു. സൂര്യ ആരാധന, ഞായറാഴ്ച ആരാധന കാലക്രമേണ യഥാർത്ഥ സഭയിലേക്ക് കൊണ്ടുവന്നതും ഈ ശക്തിയാണ്. അങ്ങനെയുള്ള ഈ ബാബിലോൺ ദൈവത്തിന് അടുത്തുള്ള
നമ്മുടെ ബന്ധത്തെ മാറ്റി ഈ ഭൂമിയിലെ മനുഷ്യരുമായി, ബന്ധങ്ങളുമായി ദൈവത്തെക്കാൾ കൂടുതൽ നശിച്ചു പോകുന്ന ഒന്നിലേക്ക് നമ്മുടെ രക്ഷ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ അതിൻ്റെ നാശത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ്. 18-ാം അധ്യായം 3-ാം വാക്യം, ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിൻ്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു എന്ന് പറയുകയാണ്. അതുകൊണ്ട് അവരുടെ നഷ്ടം, അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിൻ്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ഭൂമിയിലെ വ്യാപാരികൾ അവരോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ പുളപ്പിൽ, ആധിക്യത്തിൽ നിന്ന് ജീവിച്ചു വരികയാണ്. കാരണം അവർ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലൂടെ ലോകത്തിൻ്റെ അധികാരവും സമ്പത്തും ഒക്കെ നേടി ഭൂമിയിലെ രാജാക്കന്മാരും ഭരണകർത്താക്കളും വ്യവസായികളുമായി ബന്ധം കൂടി ലോകത്തിൻ്റെ എല്ലാ ലക്ഷറിയെയും ആസ്വദിച്ച് ദൈവത്തെ മറന്ന് ജീവിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഒരു ബന്ധം ഇത്തരത്തിലുള്ള ആശയത്തിനോട് ചേർക്കുകയാണെങ്കിൽ നമ്മളും ആ ബന്ധത്തിൻ്റെ ഭാഗമായി തീരും. നമ്മളും ഈ നാശത്തിലേക്ക് പെട്ടുപോകും. അതുകൊണ്ട് 2-ാമത്തെ ദൂതൻ നമ്മളോട് പറയുന്നത്, ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം, നമ്മൾ അവളെ വിട്ടു പോരണം, അല്ലെങ്കിൽ ബാബിലോൺ എന്ന ആശയക്കുഴപ്പത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ള വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ദൈവം നമ്മളെ എത്രമാത്രം കരുതലോടെ സൃഷ്ടിച്ചു, ദൈവം നമ്മളെ സ്നേഹം കൊണ്ട് സൃഷ്ടിച്ചു. അവൻ നമ്മളുടെ മൂക്കിൽ ജീവശ്വാസമൂതി മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ട് അവൻ ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിച്ചു. സൃഷ്ടിതാവായ ദൈവത്തിന് അവൻ്റെ മക്കളാകുന്ന നമ്മളോടുള്ള ബന്ധത്തിനപ്പുറം മനുഷ്യന് ഒരു തെറ്റായ ബന്ധം ഉണ്ടാക്കുവാൻ, സാത്താനുമായി, ദൈവത്തിന് എതിരായിട്ടുള്ള ഒരു ബന്ധമുണ്ടാക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയും അതിന് ഈ ലോകത്തിൻ്റെ സമ്പത്തും സമൃദ്ധിയും നൽകി. കാരണം യേശുക്രിസ്തുവിനെ മരുഭൂമിയിൽ പരീക്ഷിക്കുമ്പോഴും പിശാച് ചെയ്തത് വലിയൊരു മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ സുഖലോലഭതകളും കാണിച്ചു കൊടുത്തിട്ട്, നീ എന്നെ നമസ്കരിക്കുവാണെങ്കിൽ ഇതെല്ലാം നിനക്ക് തരാം എന്ന് പറയുകയാണ്. ഇന്നും സാത്താൻ ചെയ്യുന്നത് അതുതന്നെയാണ്. ദൈവത്തിനേക്കാൾ വലിയ ബന്ധം അവനോടുണ്ടാകാതിരിപ്പാൻ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് ഈ ദൂതൻ നമ്മളോട് പറയുന്നത്. അതിനായി നമ്മുടെ ജീവിതത്തെ നമ്മൾ കാതോർത്ത് വചനത്തോട് ചേർത്ത് നമുക്ക് സഞ്ചരിക്കാം. അതിൻ്റെ തെറ്റായ സ്വാധീനങ്ങളെ തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള ബന്ധത്തിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്ന ഇത്തരം ബന്ധങ്ങളിൽ വീണു പോകാതിരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ സംരക്ഷിക്കുകയും നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.